ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ മുട്ടയും പഴമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ എണ്ണം കൂട്ടുക, അതുപോലെ തന്നെ മുട്ടയുടെ എണ്ണം അതിനനുസരിച്ചിട്ട് കൂട്ടുക. അപ്പം ഞാനിവിടെ 3 പഴത്തിന് 3 മുട്ട അങ്ങനെയുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവണ വരെ നല്ലോണം വഴറ്റി കൊടുക്കണം. എന്നിട്ട് പിന്നെ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ പഴം വഴറ്റണേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങൾ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എത്ര പഴം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുട്ട എടുക്കാനായിട്ട്. എന്നിട്ടൊരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ലേശം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള പാനിലേക്ക് ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. ഇത് ഉണ്ടാക്കുമ്പോൾ അടിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ആദ്യം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ബനാനയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ആ വയറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ കായ്പോളയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പം ഞാനൊരു പാൻ ഇവിടെ 5 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇടാനായിട്ട്. അപ്പം നമ്മൾ കായ്പോള ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് 30 മിനിറ്റായി. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് വേണ്ടി വരും ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്കും നമ്മൾ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.